Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെട്ടിനാട് ചിക്കൻ ആണ്. അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആർക്കും ആവശ്യമില്ല. എല്ലാവർക്കും അറിയുന്ന ഒരു ഡിഷാണല്ലോ ചെട്ടിനാട് ചിക്കൻ. അപ്പോൾ ഇത് അത്യാവശ്യം സ്പൈസി ആയ ഒരു ഡിഷാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചെട്ടിനാട് ചിക്കനുള്ള മസാല ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 8 മുഴുവൻ മുളകാണ് എടുത്തിരിക്കുന്നത്. മുളക് നമ്മൾ കാശ്മീരി ചില്ലി കഴിയുന്നത് ഉപയോഗിക്കേണ്ട, കാരണം അത്ര ചുവപ്പ് കളർ നമുക്ക് ആവശ്യമില്ല. അത് കാരണം കൊണ്ട് പിന്നെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടും കുറക്കുകയും ചെയ്യാം. പക്ഷേ നമ്മൾ കുരുമുളക് ഇടുന്നുണ്ട്, 2 ടേബിൾ സ്പൂണോളം കുരുമുളകുണ്ട്. അപ്പം നല്ല ഒരു എരിവ് അതിനുണ്ടാവും. അപ്പം അത് കാരണം കൊണ്ട് ആലോചിച്ചിട്ട് വേണം മുളക് ഇടാനായിട്ട്. അപ്പോൾ കുരുമുളക് 2 ടേബിൾ സ്പൂൺ. ഞാനിപ്പം തീ ഓണാക്കിയിട്ടില്ല കേട്ടോ, എല്ലാം ഇട്ടതിന് ശേഷം ഓണാക്കാമെന്ന് വെച്ചിട്ടാണ്. ഇതിൽ കാരണം കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കസ്കസ്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്സ്, അത് 1/2 ടേബിൾ സ്പൂൺ ജീരകം, ക്യൂമിൻ സീഡ്സ്, ഏലക്കായ 3 എണ്ണം, ഗ്രാമ്പു 6 എണ്ണം, ഇങ്ങനെ 2 ചെറിയ തണ്ട് പട്ട. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് ഓൺ ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കൊരു 2 മിനിറ്റ് വറക്കണം. 2 മിനിറ്റ് നമ്മളിങ്ങനെ വഴറ്റി അത് ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും അതിൽ നിന്നിങ്ങനെ ഒരു പൊട്ടുന്ന മണമൊക്കെ വരും. അപ്പം നമുക്കത് കരിയാതെ ശ്രദ്ധിക്കണം. അടുപ്പിൽ തീ കുറയ്ക്കുക. ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ തേങ്ങ അതും കൂടി ഇതിൻ്റെ കൂടെ വറുത്തെടുക്കണം. ഡ്രൈ റോസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. തീ വളരെ കുറച്ചിട്ട് വേണം ഈ സമയത്ത് വെക്കാൻ, ഇല്ലെങ്കിൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ തേങ്ങ നല്ലോണം ഡ്രൈ ആയി, കണ്ടില്ലേ? അതിലത്തെ വെള്ളപ്പറ്റൊക്കെ പോയി. ഇപ്പം നമ്മൾ വറുത്തരച്ച ചിക്കൻ ഉണ്ടാക്കണ പോലെ തേങ്ങ അങ്ങനെ ഭയങ്കര ബ്രൗണൊന്നും ആവണ്ട, ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് അരക്കുകയോ പൊടിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്, അതിൻ്റെ ഒരു കൂടുതൽ ടേസ്റ്റിനൊക്കെ. അതിനുശേഷം ചെറുതായി അരിഞ്ഞ നല്ലോണം ചോപ്പ് ചെയ്ത 3 വലിയ ഉള്ളി, ഇതിലേക്ക് ഒരു തരി ഉപ്പിട്ടിട്ട് നമുക്ക് മൂടി വെച്ച് അതിനെ വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചതും കൂടി ചേർത്ത് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം കുക്ക് ചെയ്യണം, അതിൻ്റെ ആ ഒരു മണം പോകുന്നവരെ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മസാല നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചത് അരച്ചെടുത്തു ഞാൻ. അത് ഇതുപോലെ ഇങ്ങനെ ഒരു പേസ്റ്റ് ആക്കി അരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഈ പാത്രത്തിലിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ കുക്ക് ചെയ്യണം. അപ്പോൾ ഞാനിതിപ്പോൾ അടച്ചു വെക്കുന്നൊന്നുമില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ അതിൻ്റെ മണം പോണവരെ കുക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിന് കുറച്ച് 1 ടേബിൾ സ്പൂണോ മറ്റോ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നല്ലോണം വെന്ത് ഡ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചോപ്പ് ചെയ്ത് തന്നെയാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് 2 പച്ചമുളകും ഇടാം. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. പച്ചമുളക് ഇട്ടത് കാരണം അതിൻ്റെ ഒരു പ്രത്യേക എരിവൊന്നും ഉണ്ടാവില്ല, പക്ഷെ മറ്റെല്ലാ എരിവിൻ്റെയും കൂടെ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉള്ളത് നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറികൾ വെക്കുമ്പം എപ്പോഴും തക്കാളി ആദ്യം സോഫ്റ്റ് ആക്കിയതിന് ശേഷം വേണം ചിക്കൻ ചേർക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കുറച്ച് ഹാർഡായി പോകും. അപ്പം ഞാനിവിടെ ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് ചേർക്കുന്നത്. അത് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അതിനെ അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട്
കുക്ക് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. അപ്പം ഈ 5 മിനിറ്റിൽ അതിലത്തെ മസാലയൊക്കെ ആ ചിക്കനകത്തേക്ക് നന്നായിട്ട് കയറാനാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഞാനിപ്പോൾ ഇവിടെ നേരത്തെ മസാല അരച്ച മിക്സിയിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടാണ് ഒഴിക്കുന്നത്. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ചിക്കൻ്റെ അകത്തുനിന്നും കുറേ വെള്ളം വരും. അപ്പോൾ അത്രയൊക്കെ ധാരാളമായിരിക്കും. അപ്പം നമുക്കിത് ഏതായാലും ഈ കറി നമ്മളൊരു സ്ലോ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഫ്ലേവറൊക്കെ കിട്ടുക. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇപ്പോൾ ഇതേ നമ്മൾ ആകെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചത് ഇത്രയും വെള്ളം ചിക്കനിന്നൊക്കെ വന്നു. അപ്പോൾ നിങ്ങൾക്കിതിനെ ഗ്രേവിയായിട്ട് ഇതുപോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് നന്നായി വറ്റിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. എന്തുതന്നെയാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വിധത്തിൽ വറ്റിച്ചതിന് ശേഷം നിങ്ങൾ അതിലൊരു ബഞ്ച് മല്ലിയില ഇട്ടിട്ട് നിങ്ങൾക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.